നമസ്കാരം. ന്യൂസ് 18 എക്സ്പ്രസ് ആരംഭിക്കും. മന്ത്രി ആന്റണി രാജു പ്രതിയായ തൊണ്ടി മുതൽ മോഷണക്കേസിൽ റിപ്പോർട്ട് തേടി ഹൈക്കോടതി. നെടുമങ്ങാട് 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നാണ് റിപ്പോർട്ട് തേടിയത്. വിചാരണ വേഗത്തിലാക്കണമെന്ന ഹർജിക്ക് പിന്നിൽ ഗൂഢതാൽപര്യങ്ങളുണ്ടെന്ന് പ്രോസിക്യൂഷൻ. ഹർജിയിൽ ഉന്നയിച്ച കാര്യങ്ങൾ അവഗണിക്കാനാവില്ലെന്ന് കോടതി. കോടതി ഉത്തരവിനോട് പ്രതികരിക്കാതെ മന്ത്രി ആന്റണി രാജു. കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കാര്യമായതിനാൽ ഒന്നും പറയുന്നില്ലെന്ന് ആന്റണി രാജു. അതേക്കുറിച്ച് പറയേണ്ടതല്ല, ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ബംഗളൂരു സ്ഫോടനക്കേസിൽ മദനെ ഉൾപ്പെടെ 21 പ്രതികൾക്കെതിരെ പുതിയ തെളിവുകളുണ്ടെന്ന് കർണാടക സർക്കാർ. ഫോൺ കോൾ റെക്കോർഡുകൾ ഉൾപ്പെടെയുള്ള രേഖകൾ പരിഗണിക്കാൻ വിചാരണ കോടതിക്ക് നിർദ്ദേശം നൽകണം. കർണാടക സർക്കാർ സുപ്രീം കോടതിയിലാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത്. ബംഗളൂരു സ്ഫോടനക്കേസിൽ വിചാരണ കോടതി അന്തിമവാദം കേൾക്കുന്നത് സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. അബ്ദുൽ നാസർ മദനി ഉൾപ്പെടെ 21 പ്രതികൾക്കും സുപ്രീം കോടതി നോട്ടീസ് അയച്ചു. പുതിയ തെളിവുകൾ പരിഗണിക്കണോ എന്നതിൽ 2 ആഴ്ചയ്ക്കകം തീരുമാനമെടുക്കുമെന്ന് സുപ്രീം കോടതി. അടിയന്തരാവസ്ഥ കാലത്ത് ഖത്തർ എംബസി ഉദ്യോഗസ്ഥനായിരിക്കെ ഇന്ത്യൻ സർക്കാർ അയച്ച കത്തുകൾ നശിപ്പിച്ചതായി ജമാഅത്തെ ഇസ്ലാമി സൈദ്ധാന്തികനും മാധ്യമം ഗ്രൂപ്പ് എഡിറ്ററുമായ ഒ അബ്ദുറഹ്മാൻ. എന്തുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയെ ഇന്ത്യയിൽ നിരോധിച്ചുവെന്ന് വിശദീകരിക്കുന്ന കത്തുകളാണ് നശിപ്പിച്ചത്. RSSനെ നിരോധിച്ചത് വിശദീകരിക്കുന്ന കത്തുകൾ ഖത്തർ മാധ്യമങ്ങൾക്ക് എത്തിച്ചു നൽകിയിരുന്നുവെന്നും ഒ അബ്ദുറഹ്മാൻ. 1977 അതിനു മുമ്പ് 1975 കുറിച്ച് പറയേണ്ടത്. 75 ജൂണിൽ ഇന്ത്യൻ എംബസിയിൽ, ഖത്തറിലെ ഇന്ത്യൻ എംബസിയിലാണ് ഞാൻ ഒരു ഇന്റർപ്രറ്ററായി ജോലി പ്രവേശിച്ചത്. എൻ്റെ ജ്യേഷ്ഠ കൂടിയായ ഒ അബ്ദുള്ള സാഹിബിന് പകരമായിട്ട്. പക്ഷേ ആ ജോയിൻ ചെയ്തതിൻ്റെ പിറ്റേ ദിവസം അല്ലെങ്കിൽ അതിന് 4-5 ദിവസങ്ങൾക്ക് ശേഷമാണ് 1975 ജൂലൈ ശ്രീമതി ഇന്ദിരാഗാന്ധി രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിൻ്റെ തുടർന്ന്, അത് ജൂൺ 26-ാം തീയതിയാണ്, ഒരു 4-5 ദിവസം കഴിഞ്ഞപ്പോൾ ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവിറങ്ങുന്നത്. RSSനെയും മറ്റു ചില സംഘടനകളെയും നിരോധിച്ച കൂട്ടത്തിലാണ് ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയെ കൂടി നിരോധിച്ചത്. പിന്നീടുള്ള 2 വർഷം ശരിക്കും ഒരു പരീക്ഷാഘട്ടമായിരുന്നു. ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിച്ചതിനോട് അറബ് ലോകത്തുള്ള ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾക്കും അതിന്റെ നേതാക്കൾക്കും പണ്ഡിതന്മാർക്കും കഠിനമായ എതിർപ്പും പ്രതിഷേധവും ഉണ്ടായിരുന്നു. ആ പശ്ചാത്തലത്തിൽ കൂടി ഇന്ത്യൻ എംബസിയിൽ ഞാൻ ജോലി ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ചെയ്യേണ്ട പണി എന്താണെന്ന് വെച്ചാൽ, എല്ലാ ആഴ്ചയും വരുന്ന ഡിപ്ലോമാറ്റിക് ബാഗിൽ ജമാഅത്തെ ഇസ്ലാമിയെ എന്തുകൊണ്ട് നിരോധിച്ചു എന്ന ലഘുലേഖ, RSSനെ എന്തുകൊണ്ട് നിരോധിച്ചു എന്ന് ആ ലഘുലേഖയൊപ്പം തന്നെ വരും. എൻ്റെ ജോലികളിൽ ഒന്ന്, രാവിലെ 10 മണിക്ക് എംബസിയിൽ വരുന്ന അംബാസഡർ ഹിസ് എക്സലൻസി ആരിഫ് കബറയിലാണ് അന്നത്തെ അംബാസഡർ. എന്നോട് പറയും, ഇതൊക്കെ ഓരോ പത്രസ്ഥാപനങ്ങളിലും ഓഫീസുകളിലും എത്തിക്കണം. RSSനെ എന്തുകൊണ്ട് നിരോധിച്ചു എന്നുള്ളത് എത്തിക്കാൻ പ്രയാസമൊന്നുമില്ല. പക്ഷെ ജമാഅത്തെ ഇസ്ലാമിയെ എന്തുകൊണ്ട് നിരോധിച്ചു എന്ന പച്ചക്കള്ളം അച്ചടിച്ചത് നിത്യേന ഈ പറയുന്ന ഓഫീസുകളിൽ എത്തിക്കേണ്ട ജോലി കൂടി എനിക്കുണ്ട്. മനസ്സാക്ഷിയിൽ നല്ല സംഘടന നടന്ന നിമിഷങ്ങളായിരുന്നു. എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ, RSSനെ നിരോധിച്ചു എന്നുള്ള കാര്യമൊക്കെ അയക്കും, ജമാഅത്തെ ഇസ്ലാമിയെ എന്തുകൊണ്ട് നിരോധിച്ചു എന്നുള്ള കാര്യമൊക്കെ കൂട്ടിവെക്കും, അവസാനം അതിനൊരു തീപ്പെട്ടിക്കുള്ളി ചെലവാക്കും. ഇതാണ് ചെയ്തത്. രാജ്യദ്രോഹമാണോ രാജ്യസ്നേഹമാണോ എന്നതിനോട് ചോദിച്ചിട്ട് കാര്യമില്ല. എൻ്റെ ഉത്തമനുസരിച്ച് ചെയ്യേണ്ടതാണ് ചെയ്തത്. മംഗളൂരുവിനടുത്ത് സൂറത്ത് കല്ലിൽ യുവാവിനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതികളെ തിരിച്ചറിഞ്ഞെന്ന് പോലീസ്. കൊല്ലപ്പെട്ട ഫാസിലിന് രാഷ്ട്രീയ ക്രിമിനൽ പശ്ചാത്തലമില്ലെന്ന് പോലീസ്. സുള്ളിയയിലെ യുവമോർച്ച പ്രവർത്തകന്റെ കൊലപാതകവുമായി സംഭവത്തിന് ബന്ധമുണ്ടോ എന്നും അന്വേഷിക്കുന്നു. സുള്ളിയിലെ പ്രവീണിനെ കൊലപ്പെടുത്തിയ കേസിൽ മുഖ്യപ്രതികൾക്കായുള്ള അന്വേഷണം തുടരുന്നു. കസ്റ്റഡിയിലുള്ള കാസർഗോഡ് സ്വദേശികൾ ഉൾപ്പെടെയുള്ളവരുടെ ചോദ്യം ചെയ്യൽ തുടരുന്നു. പ്രത്യേക സംഘത്തെ രൂപീകരിച്ചാണ് അന്വേഷണം. തുടർച്ചയായ കൊലപാതകങ്ങളുടെ പശ്ചാത്തലത്തിൽ ദക്ഷിണ കന്നഡ ജില്ല കനത്ത ജാഗ്രതയിൽ. മംഗളൂരു നഗരപരിധിയിൽ ഉൾപ്പെടെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. രാത്രി യാത്രയ്ക്ക് നിയന്ത്രണമുണ്ട്. പാർലമെന്റിലെ ഇരുസഭകളും ബഹളത്തെ തുടർന്ന് ഇന്നത്തേക്ക് പിരിഞ്ഞു. കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി സോണിയാഗാന്ധിയെ അധിക്ഷേപിച്ചെന്ന ആരോപണത്തിൽ പ്രതിപക്ഷ എംപിമാരുടെ പ്രതിഷേധം സഭയെ പ്രക്ഷുബ്ധമാക്കി. സ്മൃതി ഇറാനി മാപ്പ് പറയണമെന്ന ആവശ്യം.
പാർലമെന്റിന് പുറത്തും ലോക്സഭാ എംപിമാർ പ്രതിഷേധിച്ചു. കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, സ്മൃതി ഇറാനി എന്നിവർ രാഷ്ട്രപതിയെ കണ്ടു. ഔപചാരിക സന്ദർശനമെന്ന് കേന്ദ്രമന്ത്രിമാരുടെ പ്രതികരണം. രാജ്യസഭയിലെ പ്രതിപക്ഷ എംപിമാരുടെ സസ്പെൻഷൻ കാലാവധി ഇന്ന് അവസാനിച്ചു. രാജ്യത്തെ യുവതലമുറ പ്രതിഭാധനരെന്നും അവരുടെ കഴിവിൽ പൂർണ്ണ വിശ്വാസമാണുള്ളതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചെന്നൈയിൽ അണ്ണാ സർവകലാശാലയിൽ ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ടെക്നോളജിയിൽ നവീനാശയങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിൽ ഇന്ത്യക്കാർ മുന്നിലാണ്. രാജ്യത്തിന്റെ കുതിപ്പിന് യുവാക്കൾ ശക്തി പകരുന്നുണ്ടെന്നും മോദി. കരുവന്നൂർ ബാങ്ക് വിഷയത്തിൽ മലക്കം മറിഞ്ഞ് മന്ത്രി ആർ ബിന്ദു. പ്രശ്നങ്ങളുണ്ടായ ആളുകൾക്ക് ഒപ്പമാണ് താനെന്ന് മന്ത്രി. 25 കോടി രൂപ കരുവന്നൂർ ബാങ്കിന് അനുവദിക്കും. തന്റെ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് തന്നെ അറിയാം. തന്റെ പ്രതികരണം തെറ്റായി വ്യാഖ്യാനിച്ചുവെന്ന് ആർ ബിന്ദു. എൻ്റെ മണ്ഡലത്തിലാണ് ഈ സ്ഥാപനം എന്നുള്ളതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉണ്ടായ ആളുകളുടെ കൂടെ നിൽക്കൽ എൻ്റെ ഒരു ചുമതലയാണ്. അത് ഞാൻ ചെയ്യുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ മുൻപാകെ ഈ വിഷയം അവതരിപ്പിച്ചിട്ടുണ്ട്, ചർച്ച ചെയ്യാറുണ്ട്. ഇന്നിപ്പോൾ ബഹുമാനപ്പെട്ട സഹകരണ വകുപ്പ് മന്ത്രി 25 കോടി രൂപ കരുവന്നൂർ ബാങ്കിന് ലഭ്യമാക്കും എന്ന് അറിയിച്ചിട്ടുണ്ട്. തുടർന്ന് ഈ ബാങ്കിനെ ഇപ്പം തന്നെ ബാങ്കിനെ സ്റ്റഡിയാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ ഗവൺമെൻറ് നല്ലതുപോലെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഇന്നലെ വളരെ വിശദമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ചില ഭാഗങ്ങൾ അടർത്തിയെടുത്തുകൊണ്ട് അത് മുഴുവൻ കാണിക്കാതെ വളരെ മോശമായിട്ടാണ് അത് ചില മാധ്യമങ്ങൾ ചിത്രീകരിച്ചിട്ടുള്ളത്. എൻ്റെ മണ്ഡലത്തിലുള്ള ജനങ്ങൾക്ക് എന്നെ അറിയാം. കരുവന്നൂർ ബാങ്കിന് വേണ്ടി കേരള ബാങ്കിന് ഓവർ ഡ്രാഫ്റ്റ് നൽകുമെന്ന് സഹകരണ മന്ത്രി വി എൻ വാസവൻ. 10 കോടി റിസ്ക് ഫണ്ടിൽ നിന്നും നൽകും. ഇത് നൽകുന്നതിലൂടെ കരുവന്നൂർ ബാങ്കിന്റെ പ്രശ്നം പരിഹരിക്കാനാകും. കരുവന്നൂരിന്റെ പ്രശ്നം ഈ വർഷം തീർക്കുമെന്നും മന്ത്രി. കരുവന്നൂർ ബാങ്കിനെ ന്യായീകരിച്ച ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിനെതിരെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. നിക്ഷേപകന്റെ കുടുംബത്തിന് ആവശ്യമായ പണം സഹകരണ ബാങ്ക് നൽകിയിരുന്നുവെന്ന പരാമർശം അപലപനീയമാണ്. ഫിലോമിനയുടെ കുടുംബത്തോട് മന്ത്രി മാപ്പ് പറയണമെന്ന് സതീശൻ. 4 IT ഇടനാഴികൾ കൂടി വരുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നിലവിലുള്ള IT പാർക്കിനോടനുബന്ധമായിട്ടായിരിക്കും ഇത്. കെ ഫോണിന്റെ അതിവേഗ ഒപ്റ്റിക്കൽ ഫൈബർ ശൃംഖല ഇവയെ ബന്ധിപ്പിക്കും. മാധ്യമപ്രവർത്തകൻ KM ബഷീറിനെ കാറിടിച്ച് കൊലപ്പെടുത്തിയ ശ്രീറാം വെങ്കിട്ടരാമനെ ജില്ലാ കളക്ടർ സ്ഥാനത്ത് നിന്ന് നീക്കണമെന്നാവശ്യപ്പെട്ട് കേരള പത്രപ്രവർത്തക യൂണിയൻ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തി. പ്രതിഷേധ യോഗം CNP ജനറൽ സെക്രട്ടറി CP ജോൺ ഉദ്ഘാടനം ചെയ്തു. പത്രപ്രവർത്തക യൂണിയൻ നേതാക്കളായ KP റെജി, R കിരൺ ബാബു, സാനു ജോർജ്, സുരേഷ് വെള്ളിമംഗലം, അനുപമ ജി നായർ എന്നിവർ നേതൃത്വം നൽകി. ശ്രീറാം വെങ്കിട്ടരാമന്റെ നിയമനം ജനങ്ങൾ അംഗീകരിക്കില്ലെന്ന് PK കുഞ്ഞാലിക്കുട്ടി. നിയമവാഴ്ചയെ അവഹേളിച്ചയാളാണ് ശ്രീറാം. സർക്കാരിന്റേത് കടുത്ത തീരുമാനമായി പോയി എന്ന് കുഞ്ഞാലിക്കുട്ടി. ശ്രീറാം വെങ്കിട്ടരാമന്റെ ഔദ്യോഗിക യോഗം മുസ്ലിം ലീഗ് ബഹിഷ്കരിക്കും. കളക്ടർ ചെയർമാനായ നെഹ്റു ട്രോഫി ബോട്ട് റേസ് കമ്മിറ്റിയുടെ ഇന്നത്തെ യോഗമാണ് ബഹിഷ്കരിക്കുക. ഉച്ചയ്ക്ക് ശേഷം 3:30 ആലപ്പുഴ കളക്ടറേറ്റിലാണ് യോഗം. മാധ്യമപ്രവർത്തകൻ KM ബഷീറിനെ വാഹനമിടിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയെ കളക്ടറായി നിയമിച്ചതിൽ പ്രതിഷേധിച്ചാണ് തീരുമാനം. ചിന്തൻ ശിബിരത്തെ പുകഴ്ത്തി മുൻ KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. കോഴിക്കോട് ചിന്തൻ ശിബിരത്തിലെ പ്രഖ്യാപനം ചരിത്രത്തിൽ രേഖപ്പെടുത്തുമെന്ന് മുല്ലപ്പള്ളി. 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ മാർഗരേഖയായി ശിബിരത്തിലെ തീരുമാനങ്ങൾ മാറുമെന്ന് മുല്ലപ്പള്ളി. വി ഡി സതീഷിനൊപ്പം വേദി പങ്കിട്ടുകൊണ്ടായിരുന്നു മുല്ലപ്പള്ളിയുടെ പ്രതികരണം. ഇടുക്കി ജില്ലയിൽ പലയിടത്തും നേരിയ ഭൂചലനം അനുഭവപ്പെട്ടതായി KICB. പുലർച്ചെ 1:48-നും 1:50-നും ഇടയിൽ പലതവണ ഭൂചലനമുണ്ടായി. റിക്ടർ സ്കെയിലിൽ 3.1-ഉം 2.95-ഉം രേഖപ്പെടുത്തി. ഇടുക്കി ഡാമിന്റെ പ്രദേശത്തു നിന്നും 30 കിലോമീറ്റർ കിഴക്ക് മാറിയാണ് പ്രഭവ കേന്ദ്രമെന്ന് നിഗമനം. കോട്ടയം രാമപുരത്ത് കൂറുമാറിയ പഞ്ചായത്ത് അംഗം ഷൈനി സന്തോഷിന്റെ വീടിന് നേരെ ആക്രമണം. കല്ലേറിൽ വീടിന്റെ ജനൽ ചില്ലുകൾ പൊട്ടി. കോൺഗ്രസ് അംഗമായിരുന്ന ഷൈനി സന്തോഷ് കഴിഞ്ഞ ദിവസം നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ LDF പിന്തുണയോടെ വിജയിച്ചിരുന്നു. ആസൂത്രിത ആക്രമണമെന്ന് ഷൈനി സന്തോഷ്. കോഴിക്കോട് പെരുവണ്ണാമൂഴി സ്വദേശി ഇർഷാദിനെ തട്ടിക്കൊണ്ടുപോയതായി പരാതി. മെയ് 13-ന് ദുബായിൽ നിന്ന് നാട്ടിലെത്തിയ ഇർഷാദിനെ കാണാനില്ലെന്ന ബന്ധുക്കൾ പെരുവണ്ണാമൂഴി പോലീസിൽ പരാതി നൽകി. ഇർഷാദ് സ്വർണവുമായി രക്ഷപ്പെട്ടെന്ന് പറഞ്ഞ് ഭീഷണി സന്ദേശം പതിവാണെന്ന് വീട്ടുകാർ. എറണാകുളത്ത് മുഖ്യമന്ത്രിക്ക് നേരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചു. ആലുവ കമ്പനിപ്പടി ഭാഗത്ത് വെച്ചാണ് കരിങ്കൊടി കാണിച്ചത്. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ച നഞ്ചമ്മയ്ക്ക് സർക്കാരിന്റെ ആദരം. കൃഷിമന്ത്രി P. പ്രസാദ് നഞ്ചമ്മയുടെ വീട്ടിലെത്തി സംസ്ഥാന സർക്കാരിന് വേണ്ടി ആദരം അർപ്പിച്ചു.
നജമയുടെ അവാർഡ് കേരളത്തിന് അഭിമാനമാണെന്നും വിമർശനങ്ങളിൽ കഴമ്പില്ലെന്നും മന്ത്രി പറഞ്ഞു. കണ്ണൂർ പാനൂരിൽ 2 സ്റ്റീൽ ബോംബുകൾ കണ്ടെത്തി. വള്ളങ്ങാട് പോലീസും ബോംബ് സ്ക്വാഡും നടത്തിയ പരിശോധനയിലാണ് ബോംബുകൾ കണ്ടെത്തിയത്. പൂട്ടിയിട്ട കടമുറിയിൽ നിന്നാണ് ബോംബുകൾ കണ്ടെടുത്തത്. KT ജലീൽ പറയുന്നതിന് ഒരു വിശ്വാസ്യതയുമില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ജലീലിനെതിരെ ഉയർന്ന ആരോപണങ്ങൾക്ക് ആദ്യം ജലീൽ മറുപടി പറയട്ടെയെന്നും സതീശൻ. KK രാഗേഷിന്റെ ഭാര്യ പ്രിയ വർഗീസിനെ അയോഗ്യയാക്കണമെന്നാവശ്യപ്പെട്ട് കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർക്ക് കത്ത്. സെനറ്റ് അംഗം ഡോക്ടർ RK ബിജുവാണ് VCക്ക് കത്ത് നൽകിയത്. അധ്യാപന പരിചയ സർട്ടിഫിക്കറ്റിന് പകരം കേരളവർമ്മ കോളേജ് പ്രിൻസിപ്പൽ നൽകിയ എംപ്ലോയ്മെന്റ് സർട്ടിഫിക്കറ്റാണ് അപേക്ഷയോടൊപ്പം ഹാജരാക്കിയതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കത്ത്. കണ്ണൂർ സർവകലാശാലയിൽ ഇന്റർവ്യൂ കഴിഞ്ഞ് 7 മാസമായിട്ടും ഫിസിക്കൽ വെരിഫിക്കേഷൻ പോലും നടത്താതെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത് ദുരൂഹമെന്ന ആരോപണം. നിയമനം നേടാനുള്ള യോഗ്യത പ്രിയ വർഗീസിന് ഇല്ലെന്ന് വ്യക്തമാക്കുന്ന വിവരാവകാശ രേഖയും കത്തിനൊപ്പം സമർപ്പിച്ചതായി ഡോക്ടർ ബിജു. 2ാം റാങ്കുകാരനായ ഡോക്ടർ ജോസഫ് സ്കറിയയ്ക്ക് നിയമനം നൽകണമെന്നും ഡോക്ടർ RK ബിജു. ഡിവൈഎഫ്ഐ ഫണ്ട് തട്ടിപ്പെന്നത് വ്യാജ പ്രചാരണമെന്ന് സംസ്ഥാന സെക്രട്ടറി VK സനോജ്. ഒരു പരാതിയും നേതൃത്വത്തിന് ലഭിച്ചിട്ടില്ല. ആരെങ്കിലും തെറ്റ് കാണിച്ചാൽ ഭാവിയിലും നടപടി സ്വീകരിക്കുമെന്ന് സനോജ്. റെഡ് കെയർ ഫണ്ട് തട്ടിപ്പിൽ ഡിവൈഎഫ്ഐയെ പിന്തുണച്ച് CPM നേതൃത്വം. ഫണ്ട് വെട്ടിപ്പ് നടന്നിട്ടില്ലെന്നും ആംബുലൻസ് വാങ്ങാൻ വൈകി എന്നത് മാത്രമാണ് പ്രശ്നമെന്നും പാളയം ഏരിയ സെക്രട്ടറി C പ്രസന്നകുമാർ. പാർട്ടിക്ക് പരാതി ലഭിച്ചിട്ടില്ലെന്നും CPM നേതൃത്വം. ആനപ്പേടിയിൽ അട്ടപ്പാടി. കഴിഞ്ഞ 1.5 വർഷത്തിനുള്ളിൽ 11 പേരാണ് ഇവിടെ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഏക്കർ കണക്കിന് കൃഷിനാശവും ഉണ്ടായി. വന്യമൃഗശല്യം തടയാൻ ശാശ്വത പരിഹാരം ഉണ്ടാകാത്തതിൽ വലിയ പ്രതിഷേധം. പാലക്കാട് നഗരസഭയിൽ ലക്ഷങ്ങൾ ചെലവഴിച്ച് റീടാർ ചെയ്ത റോഡ് പൊളിഞ്ഞു. റീടാർ ചെയ്ത് 1 മാസം കഴിഞ്ഞതോടെയാണ് റോഡ് പൊളിഞ്ഞു തുടങ്ങിയത്. നിർമ്മാണത്തിലെ അപാകതയാണ് റോഡ് തകരാൻ കാരണമെന്ന് നാട്ടുകാർ. കന്യാസ്ത്രീയുടെ അക്കാപ്പലെ ആൽബം വൈറലാകുന്നു. CMI സന്യസ്ത സമൂഹത്തിലെ കന്യാസ്ത്രീയായ അക്വിനിയുടെ ആൽബമാണ് ആസ്വാദകർ ഏറ്റെടുത്തത്. 100-ലധികം ട്രാക്കുകൾ പാടി പിന്നീട് ഒന്നിച്ചു ചേർക്കുകയാണ് ചെയ്തത്. വയനാട്ടിൽ പോക്സോ കേസിൽ അധ്യാപകൻ റിമാൻഡിൽ. മുപ്പൈനാട് ഹൈസ്കൂൾ ഹിന്ദി അധ്യാപകൻ ജെന്നിഫറിനെയാണ് വിദ്യാർത്ഥികളുടെ പരാതിയിൽ അറസ്റ്റ് ചെയ്ത് റിമാൻഡിലായത്. ആൺകുട്ടികളെ പ്രകൃതി വിരുദ്ധ ലൈംഗിക ബന്ധത്തിന് നിർബന്ധിച്ചെന്ന പരാതിയിലാണ് കേസ്. CPM അനുകൂല അധ്യാപക സംഘടനാ പ്രവർത്തകനാണ് ജെന്നിഫർ. പാലക്കാട് അട്ടപ്പാടിയിൽ സഹോദരനെ അടിച്ചുകൊന്നു. പട്ടണയ്ക്കൽ ഊരിലെ മുരുതനാണ് കൊല്ലപ്പെട്ടത്. സഹോദരൻ പണലി അറസ്റ്റിൽ. തൂമ്പ കൊണ്ടടിച്ചാണ് കൊലപ്പെടുത്തിയത്. കരിക്ക് വിറ്റതിന്റെ പണം പങ്കുവയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് പോലീസ്. വന്യമൃഗശല്യം തടയാൻ കൂടുതൽ ഫണ്ട് വകയിരുത്തണമെന്നും നയങ്ങളിൽ മാറ്റം വേണമെന്നും N ഷംസുദ്ദീൻ MLA. വനം വകുപ്പ് ഉണർന്ന് പ്രവർത്തിക്കുകയല്ലാതെ പരിഹാരമില്ല. വന്യമൃഗശല്യം കൂടുമ്പോഴും കാഴ്ചക്കാരായി നോക്കി നിൽക്കുന്ന സ്ഥിതിയാണുള്ളതെന്നും N ഷംസുദ്ദീൻ MLA. ഹയർ സെക്കൻഡറി 1ാം വർഷ പ്രവേശനത്തിനുള്ള ട്രയൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. വെബ്സൈറ്റിലൂടെ ഫലം പരിശോധിക്കാം. ആദ്യ അലോട്ട്മെന്റ് അടുത്ത മാസം 3-ന് നടക്കും. മുഖ്യ അലോട്ട്മെന്റ് 20-ന് അവസാനിക്കും. പെൺകുട്ടിയെ സമൂഹ മാധ്യമത്തിലൂടെ അധിക്ഷേപിച്ച കേസിൽ യൂട്യൂബർ സൂരജ് പാലക്കാരൻ പോലീസിന് മുൻപാകെ കീഴടങ്ങി. നേരത്തെ ഇയാളുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിരുന്നു. ക്രൈം നന്ദകുമാറിനെതിരെ പരാതി നൽകിയ പെൺകുട്ടിയെയാണ് സമൂഹ മാധ്യമത്തിലൂടെ സൂരജ് അധിക്ഷേപിച്ചത്. EP ജയരാജനെതിരായ കേസിൽ മൊഴി നൽകാൻ തിങ്കളാഴ്ച ഹാജരാകണമെന്ന് യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്ക് നിർദ്ദേശം. ഫർസിൻ മജീദ്, നവീൻ കുമാർ എന്നിവരോട് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ട് പോലീസ് നോട്ടീസ് അയച്ചു. വലിയതുറ SHO ആണ് നോട്ടീസ് നൽകിയത്. ഇടവേള. ഗ്രൂപ്പ് പോരിനെ തുടർന്ന് പൂട്ടിയ അണ്ണാ DMK ആസ്ഥാനം EPS വിഭാഗത്തിന് തുറന്നുകൊടുത്തു. രാവിലെ റവന്യൂ അധികൃതരെത്തിയാണ് താക്കോലുകൾ EPS വിഭാഗത്തിന് കൈമാറിയത്. ഓഫീസിന് മേൽ അവകാശവാദം ഉന്നയിച്ച EPSഉം OPSഉം മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. തെലങ്കാനയിൽ ക്രെയിൻ അപകടത്തിൽ 5 മരണം. അപകടം ജലവിതരണ പദ്ധതിയുടെ നിർമ്മാണത്തിനിടെ ഗുരുതരമായി പരിക്കേറ്റ 2 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ടേക്ക് ഓഫിനിടെ ഇൻഡിഗോ വിമാനം റൺവേയിൽ നിന്ന് തെന്നിമാറി. അസമിലെ
ജോർഘട്ടിലാണ് സംഭവം. ജോർഹട്ട് കൊൽക്കത്ത വിമാനമാണ് തെന്നിമാറിയത്. ആർക്കും പരിക്കില്ല. അപകടത്തിന് പിന്നാലെ വിമാന സർവീസ് റദ്ദാക്കി. ഇന്ത്യൻ വ്യോമസേനയുടെ യുദ്ധവിമാനം രാജസ്ഥാനിൽ തകർന്നു വീണു. 2 പൈലറ്റുമാർ മരിച്ചു. പരിശീലന പറക്കൽ നടത്തുന്നതിനിടെയായിരുന്നു അപകടം. നാഗ്പൂരിൽ 11 വയസ്സുകാരിയെ കൂട്ടബലാത്സംഗത്തിനിരയാക്കി 9 പേർ അറസ്റ്റിൽ. മറ്റൊരു കൊലപാതക കേസ് അന്വേഷിക്കുന്നതിനിടയിലാണ് പ്രതികൾ പിടിയിലായത്. കഴിഞ്ഞ ജൂൺ 19 മുതൽ പെൺകുട്ടി തുടർച്ചയായി പീഡനത്തിനിരയായിരുന്നു. യുക്രൈനിലെ കീവിന് സമീപം വീണ്ടും റഷ്യയുടെ മിസൈൽ ആക്രമണം. 5 പേർ കൊല്ലപ്പെട്ടു. 15-ലേറെ പേർക്ക് ഗുരുതര പരിക്ക്. പരിക്കേറ്റവരിലേറെയും സൈനികർ. കിഴക്കൻ കെന്റക്കിയിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ 8 മരണം. മരണസംഖ്യ ഇനിയും ഉയരുമെന്ന സൂചന. 100 കണക്കിന് വീടുകൾ ഒലിച്ചുപോയി. പ്രദേശത്ത് കർശന ജാഗ്രത തുടരും. സ്വർണ്ണവില വർദ്ധിച്ചു. ഗ്രാമിന് 10 രൂപയും പവന് 80 രൂപയുമാണ് ഇന്ന് കൂടിയത്. ഗ്രാമിന് ഇന്നത്തെ വില 4720 രൂപ. പവന് വില 37,760 രൂപ. ഗുരുവായൂരിൽ BMS ഓട്ടോ തൊഴിലാളികൾ ഓട്ടോയുമായി നഗരസഭയ്ക്ക് മുന്നിൽ സമരം നടത്തി. ഗുരുവായൂരിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ അടിയന്തരമായി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു സമരം. സമരം രാഷ്ട്രീയ പ്രേരിതമെന്ന് നഗരസഭാ ചെയർമാൻ. തലയ്ക്കടിയേറ്റ് മംഗളൂരു ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്ന യുവാവ് കൊല്ലപ്പെട്ടു. മാങ്ങാട് TA റഷീദാണ് മരിച്ചത്. അയൽവാസി ഹബീബിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ജൂലൈ 10-നാണ് റഷീദിന് അടിയേറ്റത്. കാസർഗോഡ് മഞ്ചേശ്വരത്ത് വൻ സ്പിരിറ്റ് വേട്ട. സ്കോർപിയോയിൽ കടത്തുകയായിരുന്ന 1000 ലിറ്റർ സ്പിരിറ്റ് പോലീസ് പിടികൂടി. സംഭവത്തിൽ കുഞ്ചത്തൂർ സ്വദേശി രവി കിരൺ അറസ്റ്റിലായി. കൊപ്പം പോങ്ങോട്ടിരി പാതയിലെ വീണ്ടും തറയിൽ വാഹനാപകടം. ഒരാൾ മരിച്ചു. അരീക്കോട് സ്വദേശി ഉവൈസാണ് മരിച്ചത്. ടോറസ് ലോറിയും ബൈക്കും കൂട്ടിയിടിച്ചായിരുന്നു അപകടം. കാസർഗോഡ് 4 ആൺകുട്ടികളെ പീഡിപ്പിച്ച കേസിൽ പ്രതിയായ മദ്രസ അധ്യാപകനെ 85 വർഷം കഠിന തടവിന് ശിക്ഷിച്ചു. അബൂബക്കർ സിദ്ദീഖ് മൗലവിയെയാണ് ഹോസ്ദുർഗ് ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ശിക്ഷിച്ചത്. 3 കേസുകളിലായി വിവിധ വകുപ്പുകൾ പ്രകാരമാണ് ശിക്ഷ. ബാങ്ക് വായ്പാ തിരിച്ചടവ് മുടങ്ങിയതിനെ തുടർന്ന് വീട് ജപ്തിയിലായ കുടുംബം ദുരിതത്തിൽ. റാന്നി സ്വദേശി അശോക് കുമാറും കുടുംബവുമാണ് ദുരിതത്തിലായത്. കോവിഡ് പ്രതിസന്ധിയും കിഡ്നി രോഗവും അശോക് കുമാറിനെ സാമ്പത്തികമായി തളർത്തിയതായി വായ്പാ തിരിച്ചടവും മുടങ്ങാനുള്ള കാരണം. പാലക്കാട് ഓങ്ങല്ലൂർ തളി ഗണപതി ക്ഷേത്രത്തിൽ നടന്ന ആനയൂട്ട് പ്രൗഢഗംഭീരം. ഗജപൂജയും മഹാഗണപതി ഹോമവും നടന്നു. രാവിലെ മുതൽ തന്നെ ക്ഷേത്രത്തിൽ ഭക്തരുടെ വൻ തിരക്ക് അനുഭവപ്പെട്ടു. പാലക്കാട് വിളയൂർ ബഡ് സ്കൂളിന് സ്വന്തമായി കെട്ടിടം നിർമ്മിക്കാൻ പദ്ധതി തയ്യാറായി. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും തുക ചെലവഴിച്ചാണ് കെട്ടിട നിർമ്മാണം. ബഡ് സ്കൂൾ നിർമ്മിക്കാൻ വിളയൂർ പഞ്ചായത്ത് സ്ഥലം ലഭ്യമാക്കി. ഖരമാലിന്യ ശുചിത്വ പദവി കൈവരിച്ച് ഗുരുവായൂർ നഗരസഭ. പ്രഖ്യാപനം ഓഗസ്റ്റ് 6 നടക്കും. ഫ്രീഡം ഹാളിന്റെയും നഗരസഭ ടൗൺ ഹാൾ പാർക്കിംഗ് ഏരിയയുടെയും ഉദ്ഘാടനവും അന്ന് നടക്കും. കടലോളം കണ്ണീർ. അശാസ്ത്രീയമായ മനുഷ്യനിർമ്മിതി പാരിസ്ഥിതിക ദുരന്തമുണ്ടാക്കുന്നതാണ് മത്സ്യത്തൊഴിലാളി മേഖലയായ മുതലപ്പുഴയുടെ അവസ്ഥ. ഹാർബറിനായി സ്ഥാപിച്ച പുലിമുട്ടുകൾ തീരശോഷണത്തിന് ഇരയാകുന്നു എന്നതാണ് ഇവിടുത്തെ സ്ഥിതി. അശാസ്ത്രീയ നിർമ്മാണം മൂലം കടൽ തിരക്ക് ശക്തിയേറിയതോടെ മത്സ്യത്തൊഴിലാളികളുടെ മരണം മുനമ്പാവുകയാണ് ഇവിടം. മുതലപ്പുഴയിലെ ഫിഷിംഗ് ഹാർബർ നിർമ്മാണത്തിന് അനുബന്ധമായിട്ടാണ് കടലിലേക്ക് നീണ്ടു കിടക്കുന്ന ഈ പുലിമുട്ടുകളും നിർമ്മിച്ചത്. ഹാർബറിലേക്ക് കടൽ തിരയുടെ ആഘാതമേൽക്കാതെ മത്സ്യബന്ധന യാനങ്ങൾക്ക് സുഗമമായി വന്നു പോകുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഈ പുലിമുട്ടുകളുടെ നിർമ്മാണം. പക്ഷേ കടലിന്റെ ഗതിയും കാറ്റിന്റെ വേഗതയും നിർണ്ണയിക്കാതെ അശാസ്ത്രീയമായി സ്ഥാപിച്ച പുലിമുട്ടിപ്പോൾ വിപരീതമായ ഫലമുണ്ടാക്കുന്നുവെന്നാണ് മത്സ്യത്തൊഴിലാളികൾ ചൂണ്ടിക്കാട്ടുന്നത്. കഠിനംകുളം കായൽ കടലിൽ ചേരുന്ന പൊഴിയുടെ 2 വശത്തുമാണ് പുലിമുട്ട് നിർമ്മിച്ചത്. കടൽത്തിരയുടെ ശക്തിയേൽക്കാതെ മത്സ്യബന്ധന ബോട്ടുകൾക്ക് ഹാർബറിലേക്ക് പ്രവേശിക്കുകയായിരുന്നു ലക്ഷ്യം. പുലിമുട്ട് നിർമ്മിച്ചപ്പോൾ തന്നെ ഇതിന്റെ അശാസ്ത്രീയത പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടി. പുലിമുട്ടുകൾ വിപരീത ഫലമുണ്ടാക്കിയപ്പോൾ തിരക്ക് ശക്തിയേറി. മത്സ്യബന്ധന ബോട്ടുകൾ അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവം.
ഇതുവരെ 100ഓളം മരണങ്ങളുണ്ടായി. ഈ കൊല്ലം ബീഞ്ഞ ഹാർബറൊക്കെ നോക്കിയാൽ കൊല്ലം ഹാർബറൊക്കെ നോക്കിയാൽ ഇന്നും കാട്ടി 2 ഇരട്ടിയുണ്ട്. ഇത്തിരി പോയി വെട്ടത്തിൽ കൂടിയാണ് പോകുന്നത്. അപ്പൊ നമ്മളെ ജീവനിൽ പണയം വെച്ചാണ് പോകുന്നത്. അപ്പോൾ വർഷത്തിൽ എങ്ങനെയാലും 5 പേരെങ്കിലും തീർന്നു പോകുന്നുണ്ട്. അന്ന് ഈ സർക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? പിന്നെ പറയും പണിക്ക് പോകണ്ടെന്ന് ജൂൺ ജൂലൈ ആഗസ്റ്റ് അത് പോകുന്നത്. സർക്കാരിന് കിട്ടാനുള്ള ആനുകൂല്യം എന്തായാലും കിട്ടുന്നു, ഒന്നും കിട്ടുന്നില്ല. സർക്കാരിന്റെ ഭാഗത്ത് ഒരു കാര്യവും നടക്കുന്നില്ല. പുലിമുട്ടുകൾ സ്ഥാപിക്കുമ്പോൾ പരിഗണിക്കേണ്ട കാറ്റിന്റെ ഗതി, വേഗത, പ്രദേശത്തെ കടൽത്തിരയുടെ സ്വഭാവം എന്നിവയൊന്നും ശാസ്ത്രീയമായി വിലയിരുത്തപ്പെട്ടിട്ടില്ലെന്നാണ് ആരോപണം. ചെന്നൈ IITയുടെ ശാസ്ത്രീയ പഠനത്തിനു ശേഷമാണ് പുലിമുട്ട് സ്ഥാപിച്ചത് എന്നാണ് തുറമുഖ വകുപ്പിന്റെ വാദമെങ്കിലും സാമൂഹിക പാരിസ്ഥിതിക ആഘാത പഠനം നടന്നിട്ടില്ലെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. വിഴിഞ്ഞം പദ്ധതി നിർമ്മാണം ആരംഭിച്ചപ്പോൾ ഉണ്ടായതിന് സമാനമായ പ്രതിഭാസം ഇവിടെ മുതലപ്പുഴയിലും ഉണ്ടെന്നാണ് ആരോപണം. അഞ്ചുതെങ്ങ് മുതൽ വടക്കൻ ഭാഗത്തേക്ക് വലിയ തരത്തിലുള്ള തീരനഷ്ടമുണ്ടാകുമ്പോൾ പെരുമാതുറ മുതൽ തെക്കൻ ഭാഗത്തേക്ക് പുതിയതായി തീരം രൂപപ്പെടുന്നു എന്നതാണ് പുതിയ പ്രതിഭാസം. പുലിമുട്ടിന്റെ തെക്ക് സൈഡ് മണൽ കയറുന്നുണ്ട്, വടക്ക് സൈഡ് മണൽ കയറുന്നില്ല. വീടുകൾ നഷ്ടപ്പെടുന്നു. അതിൻ്റെ ഉപരി തെങ്ങുകളായാലും പിന്നെ പാറയൊക്കെ അടുക്കി വെച്ചിരുന്ന പാറകളൊക്കെ ആയാലും മറിഞ്ഞു പോകുന്നു. വർഷകാലത്ത് തിരമാല കയറി റോഡിൻ്റെ അപ്പുറത്ത് വരെ കായൽ വരെ പോകുന്നുണ്ട്. അങ്ങനെയുള്ളൊരവസ്ഥയാണ് ഇപ്പോൾ ഈ തീരദേശ മേഖലയിലുള്ളവരുടെ രീതി. പിന്നെയെന്ന് പറയണത് അവർ നേരത്തെ പറഞ്ഞ് ഇവിടെ പുലിമുട്ടൊക്കെ അടിച്ച് സ്ഥാപിക്കുമെന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ പശ്ചാത്തലത്തിൽ രണ്ടാമത് അവർ പുലിമുട്ടൊന്നും ഇതുവരെ അടിച്ചില്ല. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് വേണ്ട ഇതെല്ലാം പൊട്ടി പൊളിഞ്ഞ് ഇങ്ങനെ വീടൊക്കെ എല്ലാവരുടെയും നാശമായി. അഞ്ചുതെങ്ങ് മുതൽ വർക്കല വരെ നീളുന്ന തീരഭാഗത്താണ് കടൽക്ഷോഭം ഏറ്റവും രൂക്ഷം. നിരവധി വീടുകൾ കടലെടുത്തു. അടിത്തറ തകർന്ന് കടലെടുക്കാറായ വീടുകളിൽ ഇപ്പോഴും ആളുകൾ താമസിക്കുന്നു. ഇപ്പൊ കഴിഞ്ഞ കടലിലാണ് നമ്മളെ ബാത്റൂം ഇടിഞ്ഞു പോയി, പിന്നെ കുളിമുറി ഇടിഞ്ഞു പോയി. ഇപ്പൊ എയർ കേഷും ഇത് എല്ലാം ഇടിഞ്ഞു. പിന്നെ നമ്മൾ പേടിയില്ലാതെ നമ്മൾ നമ്മളിവിടെ സ്ഥിരം കിടക്കുന്നതുകൊണ്ട് നമുക്ക് പേടിയില്ല, അതേ ഉള്ളു. പുലിമുട്ടിന്റെ മറുഭാഗം പെരുമാതുറ മുതൽ തിരുവനന്തപുരം ഭാഗത്തേക്ക് നീളുന്ന ഇടത്ത് തീരം പുതിയതായി സൃഷ്ടിക്കപ്പെടുന്നു എന്നതാണ് പ്രതിഭാസം. മുതലപ്പുഴി ഹാർബറിന് സമീപത്തായി ഇങ്ങനെ രൂപപ്പെട്ട ഇടം അദാനി ഗ്രൂപ്പിന് കരിങ്കല്ല് നിക്ഷേപിക്കാനായി വിട്ടുകൊടുത്തു. ഇതാവട്ടെ മത്സ്യത്തൊഴിലാളികൾക്ക് തൊഴിലെടുക്കാൻ പുതിയ തടസ്സമായി. അശാസ്ത്രീയമായ മനുഷ്യനിർമ്മിതികൾ പാരിസ്ഥിതിക ദുരന്തമാകുന്നു എന്നതാണ് മുതലപ്പുഴയുടെ അനുഭവം. ഇതിന്റെ നഷ്ടം പേറേണ്ടി വരുന്നതാവട്ടെ തീരദേശ ജനതയും. മുതലപ്പുഴയിൽ നിന്നും അരുൺ പാലോടിനൊപ്പം TG സജിത്, ന്യൂസ് 18 എക്സ്പ്രസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.